യോ ഗുഗു ഗാഗാസ് വെൽക്കം ടു പഴംപൊരി ടി വി പ്രസന്റ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ചാനലിന്റെ ഉള്ളിൽ വേറൊരു പുതിയ ടി വി ചാനൽ തുടങ്ങി, പഴംപൊരി ടി വി. എന്താന്ന് പറഞ്ഞോളൂ, എന്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനത്തിന് പഴംപൊരി ടി വി എന്നിട്ടത്. ആൻഡ് ഈ സെഗ്മെന്റ് എന്താണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം. എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ, എന്റെ ഫോളോവേഴ്സിന്റെയും സീക്രട്ടോ ഹൊറർ ആയിട്ടുള്ള തിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വായിക്കുന്ന ഒരു പരദൂഷണ കമ്മിറ്റിയാണ് ഈ വീഡിയോ. ആൻഡ് ഈ വീഡിയോ അവസാനം എന്റെ ഈ ആഴ്ചത്തെ ടോപ്പ് ഫാനെ ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ആഴ്ച എന്നെ ഫുള്ള് സപ്പോർട്ട് ചെയ്ത ഒരാളെ, അതുപോലെ നമ്മൾ എല്ലാ ആഴ്ചയും ഇതുപോലെ ഓരോ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യണതാണ്. നമുക്ക് ഫസ്റ്റത്തെ സ്റ്റോറിയിലേക്ക് പോവാം. മൈ നെയിം ഈസ് അനന്യ, ദിസ് ഈസ് എ കോണ്ടന്റ്. നമ്മൾ 24 മണിക്കൂറും പഠിച്ചാൽ അമ്മമാർ ആ വഴിക്ക് വരൂല. ബട്ട് നമ്മൾ 2 മിനിറ്റ് ഫോൺ എടുത്തു കഴിഞ്ഞാൽ അപ്പ വരും. 24 മണിക്കൂറും ഫോൺ എന്ന ഒരു 2 മിനിറ്റ് പോലും പഠിക്കില്ല. ഇതേ ഒരു കോണ്ടന്റ് ഇട്ടപ്പോ അതിന്റെ അടിയിൽ വന്ന കമന്റ് ആയിരുന്നു. അത് വീണ്ടും സ്റ്റോറിയിലേക്ക് വന്ന സത്യം. നമ്മൾ 24 മണിക്കൂറും പഠിച്ചുകൊണ്ടിരുന്നാലും തിരിഞ്ഞു പോലും നോക്കൂല. പക്ഷെ 2 മിനിറ്റ് ഇൻസ്റ്റ തോന്നാൻ എടുത്തു കഴിഞ്ഞാൽ അപ്പ വരും. ജസ്റ്റിസ് ഫോർ ഗൂഗിൾ കാക്കാസ്. നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോവാം. ആൻ മെറിറ്റ്. ഞാൻ 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഞങ്ങൾ എസോർനോ ഗോസ്റ്റ് കളിച്ചു. അപ്പോൾ ഡോറിന്റെ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഒരു ഗോസ്റ്റിന്റെ പിക്ചർ ഞങ്ങൾ കണ്ടു. ഇത് ടീച്ചറിനോട് ചെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു ഏതെങ്കിലും പിള്ളേർ വരച്ചതായിരിക്കും എന്ന്. അഫ്കോഴ്സ് ഈ പിള്ളേർ വരക്കണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. സിംഹത്തിന് വരച്ചു കഴിഞ്ഞാൽ പുലിനെ കൂട്ടിരിക്കും, പുലിനെ കൂട്ടിരുത്തിന് ആനയെ കൂട്ടിരിക്കും. ദാറ്റ് ഡസന്റ് മാറ്റർ, ലീവ് ഇറ്റ്. നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് കുറച്ച് വെറൈറ്റി സാധനമാണ്. ഡാഡ്സ് ബർത്ത്ഡേ. സൺ, പ്ലീസ് ഗോ ആൻഡ് ഓൺ ദി സ്വിച്ച്. സൺ സേ ഓക്കെ. ഡാഡ് സെഡ് ഗോ ആൻഡ് ബൈ സം പ്രോഡക്ട്സ്. സൺ സേസ് ഓക്കെ. കാൽവിൻ. ഇത് സ്റ്റോറി അല്ല, ഇത് കോൺവെർസേഷൻ. ഇത് ഇംഗ്ലീഷ് എക്സാം അല്ല. എന്തിട്രാ. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റോറീസിലേക്ക് പോകാം. ഷാഡോ ഫൈറ്റർ. രാത്രി 1 or 1:30 ടൈമിൽ ആരും അറിയാതെ ഞാൻ ഗെയിം കളിക്കും. അതൊക്കെ ഞാനും കളിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ ഫോൺ ലോക്ക് ആയിരുന്നു എന്നുള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റോറിയിലേക്ക് പോകാം. അടുത്തത് ഗിൽട്ടർ ആണ് പറഞ്ഞേക്കണേ. ഞാനൊരു സീക്രട്ട് പറയാം, ആരോടും പറയരുത്. ആരോടും പറയില്ല. എനിക്ക് സൂചി പേടിയാണ്, അറിഞ്ഞൂടെ, പക്ഷെ പേടിയാണ്. സൂചിയൊക്കെ എല്ലാവർക്കും പേടി. കുറച്ചാളുമ്പോ പേടി മാറിക്കോളും. എന്നെ തന്നെ പഠിക്കും. സൂചി എടുക്കുമ്പോൾ തന്നെ ഓടും. യെസ്, എനിക്ക് സൂചി പേടിയാണ്. നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. പേര് റിച്ചൂട്ടൻ എന്നാണ്. ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തേക്കണം. സോ നമുക്ക് മലയാളത്തിൽ പറയാം. റിച്ചൂട്ടൻ. ഈ സംഭവിക്കുന്നത് ഞാൻ 5 വയസ്സ് ഉള്ളപ്പോഴാണ്. ഞാൻ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കയറി ചെല്ലാണ്ട് ഗ്രാൻഡ് പേരൻസിനോട് ചെരുപ്പ് എടുത്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ തരില്ല എന്ന് പറഞ്ഞു. ആൻഡ് ഞാൻ കയറി തപ്പാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ വീണ്ടും ഡയറക്റ്റ് പൂളിലേക്ക് ചാടി. മൂക്കിൽ വെള്ളം കയറി. ഇതെന്റെ സ്റ്റോറിയാണ്. അടുത്ത വീഡിയോയിൽ വായിക്കണേ. വായിക്കാലോ. നോക്കി കണ്ടൊക്കെ പോണ്ടേ, തെന്നി അടിച്ച് വീഴും. മൂക്കില് വെള്ളം കയറി. ബീച്ചിലൊക്കെ പോകുമ്പോ കണ്ണി കയറുന്ന സുഖമുണ്ട്. വല്ലാത്തൊരു സാധനം. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റോറിയിലേക്ക്. ഇതിനകത്ത് പേരില്ല. ഞാനൊരു ദിവസം രാത്രി പെട്ടെന്ന് എണീറ്റു. അപ്പോ വിൻഡോയുടെ പുറത്ത് ഒരു മനുഷ്യന്റെ ഷാഡോ. അപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല, ആരാ എന്താ എന്നൊന്നും. അപ്പോ ഞാൻ പേടിച്ച് ഉറങ്ങി. മോർണിംഗ് അവിടെ പോയി നോക്കുമ്പോ ഒന്നും കണ്ടില്ല. വിൻഡോ നോക്കുമ്പോ ഞാനൊരു ബ്ലഡ് കണ്ടു. അപ്പൊ മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ബ്ലഡ് ഒന്നും ആയിരിക്കില്ലടാ, വേറെ എന്തെങ്കിലും ആയിരിക്കും. സോ അടുത്ത സ്റ്റോറി. ഇതിന് പേരില്ല. സോ ഈ ഇൻസിഡന്റ് നടക്കുന്നത് എനിക്ക് 9 വയസ്സുള്ളപ്പോഴാണ്. ആൻഡ് എന്റെ വീട്ടിൽ ചൂട് കാലത്ത് എല്ലാവരും ഒരു റൂമിലാണ് കിടക്കുന്നത്. കാരണം ആ റൂമിൽ മാത്രമുള്ളൂ AC. ആൻഡ് ഞാൻ കുറെ വെള്ളം കുടിക്കുന്ന ആളാണ്. ദെൻ ഞാനൊരു 2-3 മണിയൊക്കെ ആയപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ എണീറ്റു. ടോയ്ലറ്റ് റൂമിന്റെ റൈറ്റ് കോർണറിലായിരുന്നു. ബട്ട് ഞാൻ ലെഫ്റ്റ് കോർണറിലാണ് പോയത്. ഞാൻ അവിടെ എന്തോ ഒരു ഷാഡോ കണ്ടു. ഞാൻ വിചാരിച്ചു അതെന്റെ സിബ്ലിങ്സ് വല്ലതും ആയിരിക്കുമെന്നും. ബട്ട് അവർ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ഞാൻ പേടിച്ച് ബെഡിൽ പോയി പുതച്ചു മൂടി കിടന്നു. ആൻഡ് ഞാൻ ഉറങ്ങാൻ ട്രൈ ചെയ്തു. ഞാൻ വീണ്ടും ആ കോർണറിൽ നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. പെട്ടെന്ന് കണ്ണടച്ചു തുറന്നപ്പോൾ ആ രൂപം എന്റെ ഫ്രണ്ടിൽ. സോ ഞാൻ പെട്ടെന്ന് പേടിച്ച് കണ്ണടച്ച് കിടന്നുറങ്ങി. ഇത് ഇംഗ്ലീഷിലായിരുന്നു, ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത. ബട്ട് ഇൻട്രസ്റ്റിംഗ്. സോ അടുത്ത സ്റ്റോറി. ഇതിൽ നെയിം ഇല്ല. ഞാൻ 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ എന്റെ ലിറ്റിൽ ബ്രദറിന് ഒരു കുട്ടീനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം ഞങ്ങൾക്ക് PT പീരീഡ് ആയിരുന്നു. എന്റെ ബ്രദർ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് പോയി. ഞങ്ങളുടെ ക്ലാസ് 4th ഫ്ലോറിലായിരുന്നു. എന്നിട്ട് അവൻ അവന്റെ എനിമിയുടെ ഷർട്ടും ഷൂസും എടുത്ത് വിൻഡോയിൽ കൂടെ കളഞ്ഞു. ഈ ഷർട്ടും ഷൂ ഇല്ലാണ്ട് എങ്ങനെ PT പീരീഡ് കളിക്കണം? ഉള്ളിൽ ജേഴ്സി ഇട്ടിട്ട് യൂണിഫോം എല്ലായിരിക്കും. ഓക്കെ, മനസ്സിലായി. ഷർട്ടും ഷൂസും എടുത്ത് വിൻഡോയിൽ കൂടെ കളഞ്ഞു. ആ വിൻഡോയുടെ അപ്പുറത്ത് ഒരു ഫോറസ്റ്റ് ആയിരുന്നു. ബട്ട് PT പീരീഡ് കഴിഞ്ഞ് വന്നപ്പോഴാണ് അവൻ അറിയുന്നത് അവൻ എറിഞ്ഞു കളഞ്ഞത് വേറെ ഏതോ കൊച്ചിന്റെ സാധനങ്ങളായിരുന്നു എന്ന്. ആ എടുത്ത് ആ നഷ്ടപ്പെട്ട ആളുടെ വസ്തു ആലോചിച്ച് നോക്കിയപ്പോ ഒന്നും അറിഞ്ഞില്ല. ഇനിയുണ്ടേ, അവൻ അത്
അവൻ അത് അവനാ ചെയ്തേ എന്ന് ബാക്കിയുള്ളവർ ഡൗട്ട് അടിക്കാണ്ടിരിക്കാൻ അവന്റെ സ്വന്തം വാട്ടർ ബോട്ടിൽ എടുത്ത് അവൻ ആ വിൻഡോയിൽ കൂടെ കളഞ്ഞു. ബ്രില്യന്റ് ബോയ്. എന്നിട്ട് പ്രിൻസിപ്പളും ടീച്ചേഴ്സും ഒക്കെ വന്നിട്ട് പറഞ്ഞു ഇവനാണ് അത് ചെയ്തേ എന്ന്. പേരൻസിനെയൊക്കെ വിളിച്ചു വരുത്തി. ബട്ട് പേരൻസ് പറഞ്ഞു എന്റെ ബോയ് നല്ല ഗുഡ് ബോയ് ആണ്, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നിട്ട് ഇവൻ എന്നോട് ഈ കാര്യം പറഞ്ഞത് 10ാം ക്ലാസ്സിലായപ്പോഴാണ്. പേരൻസിന് വളരെയധികം വിശ്വാസവും ട്രസ്റ്റും ഉള്ള ഒരു കുഞ്ഞു മോനാണത്. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നാലും അവന്റെ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവനെ സംശയിക്കാണ്ടിരിക്കാണ്ട് അവനെ വാട്ടർ ബോട്ടിൽ എടുത്ത് അവൻ തന്നെ കളഞ്ഞു. അവന്റെ സ്വന്തം സാധനം എടുത്ത് കളഞ്ഞു. സോ ട്രാജിക്. സോ അങ്ങ് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് ബൈ ഗിൽട്ടർ. ഗോസ്റ്റ് ഒന്നുമല്ല, ബട്ട് അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാലും കൈയും ലോക്കാവും. അങ്ങനെ പറ്റൂല, അനങ്ങാൻ പറ്റൂല. പിന്നെ സൗണ്ടും പുറത്ത് വരില്ല. സ്ലീപ്പ് പാരാലിസിസ് എന്നാണ് അതിനെ പറയുന്നത്. ഞാൻ പേടിച്ച് കരഞ്ഞ് അമ്മയുടെ അടുത്ത് പോയി കിടന്നു. ഇപ്പോഴും കൊന്ത ഇടാതെ ഞാൻ രാത്രി ഉറങ്ങാറില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ആ സംഭവത്തിനെ കുറിച്ച്. ബട്ട് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണല്ലേ. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ. ഞാനൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അത് വേറെ കേസ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. പണ്ട് ഒരു വീട്ടിൽ അമ്പാടി, പാറു പറയുന്ന കുട്ടികളുണ്ടായിരുന്നു. അവർ വലുതായി. ഒരാൾ 1ാം ക്ലാസ്സിലും ഒരാൾ 3ാം ക്ലാസ്സിലുമായി. വാവ്, ഫണ്ടാസ്റ്റിക് സ്റ്റോറി. ഇങ്ങനെ വേണം കഥകളായി കഴിഞ്ഞാൽ. സോ നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ഇതൊരു സ്റ്റോറി അല്ല, ഒരു മറ്റേ പിക്കപ്പ് ലൈൻ ഇല്ല, അതുപോലത്തെ സംഭവം. റെഡ് ഈസ് റോസ്, റോസ് ഈസ് ഫ്ലവർ, ഫ്ലവർ ഈസ് യുവേഴ്സ്, യുവേഴ്സ് ഈസ് മൈ ലവർ. ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഫ്ലവർ ഈസ് യു ഈസ് മൈ ലവർ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഒരു കൊച്ചാട്ടോ ഇട്ടാണ്. പേര് മെൻഷൻ ചെയ്തല്ല, അതുകൊണ്ട് പേര് ഞാൻ വായിക്കള്ള. സോ നമുക്ക് അടുത്തൊരു സ്റ്റോറിയിലേക്ക് പോകാം. ഇത് കുറച്ച് വയലന്റ് ആയിട്ടല്ലോ. എന്റെ ഒരു ഫ്രണ്ട് എന്നെ അടിച്ചു, അവനെ ടീച്ചർ അടിച്ചു. വയലൻസ്. നെക്സ്റ്റ് സ്റ്റോറിയിലേക്ക് പോകാം. ബ്രോ, മൈ നെയിം ഈസ് ഐറിസ്. ഞാൻ 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുമ്പോൾ ഞാൻ ഗോസ്റ്റിനെ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ. ബ്രോ, വെൻ ഐ വാസ് 2 years old I pooped on my mother's phone. സോ നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക്. ഇത് കുറച്ച് ലോങ് ആണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സംഭവം. ബ്രോ, എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. വൺ ഡേ നൈറ്റ് ഞാനൊരു ഹൊറർ മൂവി കണ്ടിട്ട് കിടക്കുമായിരുന്നു. ഒരു 3:30 AM ഒക്കെ ആയപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് സമ്മൺ വാക്കിംഗ് നിയർ മീ ഓർ കൈൻഡ് ലൈക്ക് എ വാക്കിംഗ് അറൌണ്ട് ആൻഡ് ഓൾസോ ഐ ഫെൽറ്റ് സമ്മൺ ഈസ് ബ്ലോയിങ് ടു മൈ ഇയർ. ഞാൻ കണ്ണ് തുറന്നു നോക്കി, ആരെയും കണ്ടില്ല. ഒന്നും കൂടി ക്ലിയർ ആവാൻ ഞാൻ റൂമിലെ ലൈറ്റ് ഇട്ട് നോക്കി. സ്റ്റിൽ ഐ ഡോണ്ട് സീ എനിവൺ. ദെൻ ആഫ്റ്റർ ഐ ഫെൽറ്റ് ദ സെയിം തിങ് റിപ്പീറ്റഡ്ലി ആൻഡ് സഡൻലി ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോ എന്റെ റൂമിന്റെ കോർണർ ഒരു ബ്ലാക്ക് ഷാഡോ. അത് എന്നെ നോക്കിയ ഒരു ക്രീപ്പി വേ. അത് ചിരിക്കുമായിരുന്നു. ആൻഡ് ആ ഷാഡോ എന്റെ അടുത്ത് വരുന്ന പോലെ എനിക്ക് തോന്നി. എനിക്കൊന്ന് ഒച്ച വെക്കാൻ എഴുന്നേക്കാനോ പറ്റിയില്ല. ഞാനൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോ ആ ഷാഡോ എന്റെ ബോഡിയുടെ മേലായിരുന്നു. എനിക്കൊന്നും ഒച്ച വെക്കാൻ പോലും പറ്റിയില്ല. ആൻഡ് യു നോ, ആ ഷാഡോ പെട്ടെന്ന് 2 കാലുകൾ വന്ന് അത് എന്റെ തലയിൽ ഒരു പവർഫുൾ അടി കിട്ടിയ പോലെ. ഞാൻ ബെഡിൽ കിടന്നു. ആൻഡ് ഞാൻ മോർണിംഗ് എഴുന്നേറ്റപ്പോൾ എനിക്ക് സംഭവിച്ചത് എന്താ എന്ന് കുറെ സ്ഥലത്ത് നോക്കി. അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അനുഭവിച്ചത് സ്ലീപ്പ് പാരാലിസിസ് ആയിരുന്നു എന്ന്. That was my first experience. This shit. Oof, I thought I was died. നേരത്തെ പറഞ്ഞ സാധനത്തിന്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ. സോ അങ്ങ് നെക്സ്റ്റ് സ്റ്റോറിയിലേക്ക്. ഇതിന്റെ അത് പേര് മെൻഷൻ ചെയ്യാറില്ല. ഒരു ദിവസം കളിക്കുമ്പോൾ എന്റെ തല പൊട്ടി. ആരോടും പറഞ്ഞില്ല. സ്വാഭാവികം. ചെറുപ്പത്തിൽ നമ്മളെ വീണാലൊന്നും വീട്ടുകാരോട് പറയില്ല. നമ്മുടെ ഇത്രയും തലഭാഗം പൊട്ടി കഴിഞ്ഞാണ്ടല്ലോ, വീട്ടിൽ ചെന്ന് പറയുമ്പോൾ ഇത്രയും വലിയ പൊട്ടിലുണ്ടാവും. ഒറ്റ അടിയായിരിക്കും തന്നെ. നോ എക്സ്ക്യൂസസ്. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റോറീസിലേക്ക് പോകാം. ഐഷ എന്നാണ് പേര്. ഐ ഹാവ് എ ബിഗ് സ്റ്റോറി. കണ്ടിട്ട് ബിഗ് ആയിട്ട് തോന്നുന്നില്ല. ഐ ഹാവ് എ ഗുഡ് ഫ്രണ്ട് ഇൻ മൈ സ്കൂൾ. ഹെർ നെയിം ഈസ് റബേക്ക. വി മീറ്റ് ഇൻ 5A. ഐ ഹാവ് എ ഗുഡ് bonding friend. Name is Renita Renju. My best friend. She go to another school. I am getting really sad. ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ വേറെ സ്കൂളിലേക്ക് മാറിപ്പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമം വരും. സോ നമുക്ക് ലാസ്റ്റ് സ്റ്റോറിയിലേക്ക് പോകാം. തല പൊട്ടി. ഷട്ടിൽ ബാറ്റ് കളിക്കുമ്പോൾ ബാറ്റ് തലയെ കൊണ്ടാണ് പൊട്ടിയത്. വണ്ടർഫുൾ സ്റ്റോറി. കീപ് ഇറ്റ് അപ്പ്. സോ ഗുഗാസ്, ഇന്നത്തെ സ്റ്റോറീസ് ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് സ്റ്റോറീസ് പറയാം. ഞാൻ സ്റ്റോറീസ് വന്ന അനുസരിച്ച്
ഇതുപോലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കമന്റ് ബോക്സിൽ ഇടാൻ മടിയുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് പേര് പറയാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പേര് പറയണ്ട, അല്ലെങ്കിൽ ഇൻസ്റ്റയിലെങ്കിൽ DM ചെയ്താലും മതി. പിന്നെ നിങ്ങൾക്ക് മെയിലിൽ ഇടാൻ അറിയാവുന്ന, എനിക്കറിയാം എന്റെ പിള്ളേരാണ് ഓഡിയൻസ്, മെയിലിൽ ഇടാൻ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ മെയിൽ ID കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലോ എല്ലായിടത്തും കൊടുക്കാം. നിങ്ങൾ കമന്റ്സിൽ പറയാം മെയിൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെയിൽ ID ഉണ്ടാക്കിയിട്ട് പറയാം. ഞാൻ കറന്റ് ഇപ്പൊ ഉണ്ടാക്കിയിട്ടില്ല. സോ നമുക്ക് നമ്മുടെ ടോപ്പ് ഫാനിനെ റിവീൽ ചെയ്യാം. നമ്മുടെ ഈ ആഴ്ചത്തെ ടോപ്പ് ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ അനിലാണ്. നമ്മുടെ അനന്യക്കുട്ടിയാണ് എന്റെ വീഡിയോസ് കൂടുതൽ കണ്ട് എല്ലാത്തിലും കമന്റ് ചെയ്ത് എല്ലാ വീഡിയോസിലും കമന്റ് ഇട്ട് കറന്റ് സപ്പോർട്ട് ചെയ്യണത്. നമ്മുടെ ഓരോ ആഴ്ച നമ്മുടെ ടോപ്പ് ഫാൻസിനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാനാണ്. സോ ലവ് യു ഓൾ ഗൈസ്, ബൈ ബൈ, ലവ് യു. കമന്റ്സ് ഇടാൻ മറക്കല്ലേ. ഐ മീൻ സ്റ്റോറീസ് ആൻഡ് സീക്രട്ട്. ബൈ.